സംസ്ഥാന അധ്യക്ഷന്റെ പദയാത്രാ ഗാന വിവാദ പരാമർശത്തിൽ വെട്ടിലായി ബി.ജെ.പി. കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്ന ഗാനം വന്നതിന് പിന്നിൽ ഗൂഢാലോചനയെന്നാണ് കെ സുരേന്ദ്രന്റെ ആരോപണം. ദേശീയ നേതൃത്വത്തോട് സുരേന്ദ്രൻ അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിനിടെ വിവാദത്തിൽ IT സെൽ കൺവീനർ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷന് വിശദീകരണം നൽകി. പൊന്നാനിയിലെ പദയാത്രയ്ക്കിടെ ലൈവ് നൽകാൻ ഏൽപ്പിച്ച ബി.ജെ.പി. അനുഭാവി ടീമിന് അബദ്ധം പറ്റിയെന്നാണ് വിശദീകരണം. അത് നമുക്ക് വിവാദമായ ആ പാട്ട് ഒന്ന് കേൾക്കാം. കേന്ദ്ര ഭരണതന്ത്രമിന്ന് തച്ചുടയ്ക്കാൻ അണിനിരക്ക കൂട്ടരേ താമരപ്പം കൊടി പിടിക്കു കൂട്ടരേ താമരപ്പം കൊടി പിടിക്കു കൂട്ടരേ താമരപ്പം കൊടി പിടിക്കു കൂട്ടരേ ദുരിത തെറ്റുപാടി വീഴും പതിത കോടി മാനവർക്കൊരഭയമായി. അതേസമയം ഇത് വിവാദമാക്കേണ്ട കാര്യമില്ല എന്നാണ് ഇതിന്റെ ഏകോപന ചുമതല പദയാത്രയുടെ ഏകോപന ചുമതല ഉണ്ടായിരുന്ന യുവമോർച്ച നേതാവ് യുവരാജ് ഗോകുലിന്റെ പ്രതികരണം. ഇതൊക്കെ ഒരു മാനുഷികമായ തെറ്റായിട്ട് മാത്രമേ സത്യസന്ധമായിട്ട് എനിക്കുന്നുള്ളൂ. അപ്പോൾ ബാക്കി പല വിഷയങ്ങളും പലയിടത്തും ഉണ്ടാവുമായിരിക്കില്ല എന്നൊന്നും ഞാൻ പറയുന്നൊന്നുമില്ല. ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുമായിരിക്കും. ഈ പാട്ടൊക്കെ വരിക എന്ന് പറയുന്നത് അതൊരു ഫയല് മാറിപ്പോയി, അതൊക്കെ ഒരു ചെറിയ തെറ്റായിട്ട് അതൊക്കെ മനുഷ്യരല്ലേ, മനുഷ്യ സഹജമായിട്ട് പറ്റാവുന്നതല്ലേ. ഇത്ര ദിവസമായിട്ട് ഈ യാത്ര നടക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഇടയ്ക്കൊരു 10 മിനിറ്റ് തെറ്റിപ്പോയ ഒരു ഫോൾട്ടാണ്. അത് ഇത്ര വലിയ ഇഷ്യൂ ആക്കാനുണ്ടോ? ഇതൊക്കെ CPM ആണെന്നുണ്ടെങ്കിൽ ഇതിനെയൊക്കെ അവരിങ്ങനെയൊക്കെ ആയിരിക്കുമോ കാണുക. വിനോദ് ചേരുന്നു. വിനോദ്, യുവരാജ് എത്ര വിശദീകരിച്ചാലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരബദ്ധം തന്നെയാണ് അത്. കാരണം വളരെ പ്രധാനപ്പെട്ട ഒരു യാത്ര നടക്കുന്ന സമയത്താണ് ഇത്തരത്തിലൊരു അബദ്ധം സംഭവിക്കുന്നത്. അത് എതിരാളികൾ വലിയ പ്രചരണായുധമാക്കി മാറ്റുകയും കഴിഞ്ഞു. എന്താണ് സംസ്ഥാന നേതൃത്വത്തിന്റെ ഈ വിഷയത്തിലെ ഒരു നിലപാട്? നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് കേന്ദ്രത്തോട് എന്നാണ് മനസ്സിലാകുന്നത്. രഞ്ജിത്ത്, തിരുവനന്തപുരവും തൃശ്ശൂരും ഉൾപ്പെടെ സീറ്റുകൾ വിജയിക്കണം, അങ്ങനെ ഒരു പ്രയത്നത്തിലേക്ക് BJP നീങ്ങുന്നു. അതിൻ്റെ ഭാഗമായി പദയാത്ര നടത്തുന്നു, വലിയ ശക്തിയും കരുത്തും കാട്ടി മുന്നോട്ട് പോകുന്നു. മാത്രവുമല്ല, കേന്ദ്ര സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ എടുത്തു കാട്ടിയാണ് ഈ യാത്രയുടെ പ്രധാന പ്രചരണം അവർ നയിക്കുന്നതും. പക്ഷേ ഈ ഒരു പാട്ട് വിവാദം വന്നതോടുകൂടി BJP-യിൽ ആകെ അന്തരീക്ഷം മാറിയിരിക്കുന്നു. ഒരിടവേളയ്ക്ക് ശേഷം ഈ നേതൃത്വത്തിനെതിരെയൊക്കെയും നേരത്തെ എതിർവിഭാഗത്തിന് ആരോപണവും ആക്ഷേപങ്ങളും ഉണ്ടായിരുന്നു. അതെല്ലാം ഒതുക്കി തീർത്തുകൊണ്ട് എതിർചേരിയിലുള്ള നേതാക്കളെല്ലാം ഒപ്പം ചേർത്ത് ഔദ്യോഗിക വർഷം മുന്നോട്ട് പോകുന്നതിനിടെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വലിയ പുലിവാല് പിടിച്ചിരിക്കുന്നത്. ഇത് തർക്കങ്ങളിലേക്ക് പോകുന്നു. സോഷ്യൽ മീഡിയ കൺവീനർ എസ് ജയശങ്കറിനെ മാറ്റണമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ സുരേന്ദ്രൻ കേന്ദ്ര നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഈ പദയാത്രയുടെ ചുമതലയുണ്ടായിരുന്ന യുവരാജ് ഗോകുൽ അദ്ദേഹം ഇങ്ങനെ ഒരു വിശദീകരണമൊക്കെ നൽകുന്നുണ്ട്, കയ്യബദ്ധമാണെന്നൊക്കെ. പക്ഷേ അത് നേതൃത്വം മുഖവിലക്കെടുക്കുന്നില്ല. കേന്ദ്ര സർക്കാരിനെ തകർക്കണം എന്ന നിലയ്ക്കുള്ള പാട്ടാണ് വന്നത്. ഇത് 2009 വി മുരളീധരൻ യാത്ര നടത്തുമ്പോൾ അന്നത്തെ UPA സർക്കാരിനെതിരെ കൊണ്ടുവന്ന ഒരു ഗാനമാണ്, ആ പദയാത്രയുടെ ഭാഗമായി വന്ന ഗാനമാണ്. അത് അറിയാതെ പ്ലേ ആയി എന്നതാണ് അവർ നൽകുന്ന വിശദീകരണം. മലപ്പുറം സോഷ്യൽ മീഡിയ കമ്മിറ്റിക്കാണ് ഈ അബദ്ധം പറ്റിയതെന്ന് അവർ പറയുന്നു. അവിടെ യാത്ര നടക്കുമ്പോഴായിരുന്നു ഈ സംഭവം ഉണ്ടായത്. പക്ഷേ ഇത് നേതൃത്വം മുഖവിലക്കെടുക്കുന്നില്ല. കാരണം 2014 BJP കേരള ഘടകത്തിന് യൂട്യൂബ് ഉണ്ടാകുന്നത്. അതിന് മുൻപ് വന്ന പാട്ട് എങ്ങനെ ഈ യൂട്യൂബിൽ എത്തി എന്നതാണ് നേതൃത്വം ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് മനഃപൂർവ്വം പ്ലേ ചെയ്തതാണ്. കേന്ദ്ര സർക്കാരിനെ തകർക്കണം എന്ന നിലയ്ക്ക് സുരേന്ദ്രൻ്റെ യാത്രയുടെ ഭാഗമായി ഇങ്ങനെ ഒരു ഗാനം വരുമ്പോൾ അത് പാർട്ടിക്കുണ്ടാക്കുന്ന ക്ഷീണം ചെറുതല്ല. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ എതിർ പാർട്ടികളിൽപ്പെട്ട ആളുകൾ ഇത് BJP-യെ ട്രോളി ഇല്ലാതാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൂടി പോകുന്നുണ്ട്. ഇത് നേതൃത്വത്തിനുണ്ടാക്കുന്ന ക്ഷീണം ചെറുതല്ല. പക്ഷേ ഈ അബദ്ധം പറ്റി എന്ന് പറയുമ്പോഴും ആ കൂട്ടർ അതിനെ നിസ്സാരവൽക്കരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അവർ പറയുന്നത് മാനുഷികമായി പറ്റിയ ഒരു പിശകാണ് എന്നതാണ്. പക്ഷേ നേതൃത്വം അതങ്ങനെ കാണുന്നില്ല. പ്രത്യേകിച്ച് കെ സുരേന്ദ്രൻ ഇതിനെ നിസ്സാരമായി കാണുന്നില്ല. അദ്ദേഹത്തിൻ്റെ യാത്ര അതിന് ശോഭ കെടുത്തുന്ന തരത്തിലായിപ്പോയി ഇത്തരത്തിലുള്ള ഒരു നടപടിയെന്ന് അദ്ദേഹം വിലയിരുത്തുന്നു. മാത്രവുമല്ല, SC/ST വിഭാഗത്തോട് ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കും എന്ന ഒരു പോസ്റ്ററും ഈ യാത്രയുടെ ഭാഗമായി പ്രത്യക്ഷപ്പെട്ടു. അതും കുഴപ്പത്തിലാക്കുന്നതാണ്. ഏത് കാലഘട്ടത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത്? SC/ST വിഭാഗത്തോട് ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുമെന്ന് പറയുമ്പോൾ അവരെ മറ്റ് ഒരു വിഭാഗമായി കാണുന്നു, ഈ കാലഘട്ടത്തിലും കാണുന്നു എന്ന അതിഗുരുതരമായ ആരോപണം ഉയർന്നു വരുന്നു. ഈ പോസ്റ്ററിലും നേതൃത്വത്തിന് പങ്കില്ല. ഇത് ഇറക്കിയതുൾപ്പെടെ ഈ പാട്ടിൽ കേന്ദ്ര സർക്കാരിനെ തകർക്കണമെന്ന പാട്ട് ഈ യാത്രയുടെ ഭാഗമായി വന്ന കാര്യം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ നടപടി ഉണ്ടാകണമെന്നാണ്. ഇത് യാദൃശ്ചികമല്ല. കാരണം
BJP സോഷ്യൽ മീഡിയ സെല്ലും BJP നേതൃത്വവുമായി, സംസ്ഥാന നേതൃത്വവുമായി നേരത്തെ തന്നെ ശീതസമരമുണ്ട്. കാരണം വി മുരളീധരൻ്റെയോ കെ സുരേന്ദ്രൻ്റെയോ പരിപാടികൾക്കോ അവരുടെ വാർത്താ സമ്മേളനങ്ങൾക്കോ സോഷ്യൽ മീഡിയ സെല്ല് വലിയ പ്രാധാന്യം നൽകുന്നില്ല എന്ന ആരോപണം ഔദ്യോഗിക വിഭാഗത്തിൽ നിന്ന് തന്നെ നേരത്തെ ഉയർന്നു വന്നതാണ്. പക്ഷേ അതൊരു വലിയ വിവാദമായോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രത്യക്ഷത്തിലെ തർക്കമായോ വന്നിരുന്നില്ല. പക്ഷേ നീരസമുണ്ടായിരുന്നു നേതാക്കൾക്ക്, പ്രത്യേകിച്ച് വി മുരളീധരനും കെ സുരേന്ദ്രനും വേണ്ടത്ര പ്രാധാന്യം സോഷ്യൽ മീഡിയ സെൽ കൊടുക്കുന്നില്ല എന്ന ആരോപണം. ഇതൊരു ദേശീയ നേതാവിൻ്റെ നേർക്ക് വരെ ഈ ആരോപണം നീളുന്നുണ്ട്. ഇവിടുത്തെ സോഷ്യൽ മീഡിയ കൺവീനറെ നിയോഗിച്ചത് ഒരു ദേശീയ നേതാവാണ്. അദ്ദേഹത്തിൻ്റെ താല്പര്യമനുസരിച്ചാണ് കാര്യങ്ങൾ പോകുന്നത്. ഇവിടുത്തെ നേതാക്കൾക്ക് വേണ്ടത്ര പ്രാധാന്യം ലഭിക്കുന്നില്ല എന്നതടക്കമുള്ള വിഷയങ്ങളുണ്ട്. ഇതിൽ ജയശങ്കർ നൽകിയ വിശദീകരണം, മലപ്പുറം സോഷ്യൽ മീഡിയ സെൽ നൽകിയ അതേ വിശദീകരണം ജയശങ്കർ പാർട്ടി അധ്യക്ഷന് നൽകുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞത് പവർ സപ്ലൈ പോയി, ആ സമയത്ത് യൂട്യൂബിലെ ഗാനങ്ങൾ തിരഞ്ഞ് പ്ലേ ചെയ്യുകയായിരുന്നു, അബദ്ധത്തിൽ വന്നതാണ് എന്ന് മലപ്പുറത്തെ സെൽ പറഞ്ഞ കാര്യം അതേപടി സുരേന്ദ്രന് നൽകുകയായിരുന്നു. പക്ഷേ സുരേന്ദ്രൻ അക്കാര്യത്തിൽ തൃപ്തനല്ല. രഞ്ജിത്ത്. ശരി, വി വിനോദാണ് വിവരങ്ങൾ പങ്കുവച്ചത്.